മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫുൾഹാമിനെതിരെയുള്ള ഒരു സെക്കൻഡ് പ്രീമിയർ ലീഗ് മാച്ചും കഴിഞ്ഞു. 1-1 എന്നുള്ളൊരു ഡ്രോ ആയി. നിങ്ങൾ മാച്ചിൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റൂബൻ അമോറിമിൻ്റെ അണ്ടറിൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 27-28 മാച്ചസ് കളിച്ചു. 7 വിജയം മാത്രമാണ് കണ്ടെത്താൻ പറ്റിയത്. ബാക്കി 15 ലൂസസ് ആണ് റൂബൻ അമോറിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. തിരിച്ചു വരില്ല, ആ ഒരു വിന്നിങ് ട്രാക്കിലോട്ട് വരേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ, വിന്നിങ് ട്രാക്കിലോട്ട് വരേണ്ട സമയം കഴിഞ്ഞു. സംഭവം ഫുൾഹാമിനെതിരെയാണ്. ഫുൾഹാം അത്ര നല്ല ഫോമിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമൊന്നും അല്ല. അവർക്കെതിരെ 1-1 ഡ്രോ ആവുന്നു. ആഴ്സണൽക്കെതിരെ നല്ല കിടിലം പെർഫോമൻസ് പുറത്തെടുക്കുന്നു. പക്ഷേ ആ പെർഫോമൻസ് ഇവിടെ പുറത്തെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫുൾഹാമിനെതിരെ വിജയിച്ചേനെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഫുൾഹാമിൻ്റെ ഹോം മാച്ചായിരുന്നു അവർ മാച്ച് ഉണ്ടായിരുന്നത്. മാത്യൂസ് കുഞ്ഞി ആയിരുന്നു സ്ട്രൈക്കറായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിലും എംബുവാമയും മാസൺ മൗണ്ടും തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. മാത്യൂസ് കുഞ്ഞി എനിക്ക് തോന്നുന്നു ഒരു ഫോൾസ് 9 രീതിയിലൊക്കെ ഇറക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊരു പ്ലെയറാണ്. പക്ഷേ സ്ട്രൈക്കർ കഴിഞ്ഞ ദിവസം നല്ല പെർഫോമൻസ് മാത്യൂസ് കുഞ്ഞിനെ പുറത്തെടുത്തിട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സെസ്കോയെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 4 മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദിയാലോയും കസമീറയും ബ്രൂണോ ഫെർണാണ്ടസും ഡോർഗും, പിന്നെ ആ ഒരു 3 ലൈൻ ഡിഫൻസും ലൂക്ഷോയും ഡിലൈറ്റും, പിന്നെ അതുപോലെ യോറോയും, ഇവർ 3 പേരായിരുന്നു ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെ ഒരു 3-4-2-1 എന്നുള്ളൊരു ഫോർമേഷനിലാണ് റൂബൻ അമോറിം ഇറക്കി വിട്ടിട്ടുള്ളത്. ആ ഒരു മിഡ്ഫീൽഡിങ്ങിൽ 4 പേരെ നിർത്തി. വേറൊന്നുമല്ല, അവരുടെ ഫിസിക്കലി അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ പറ്റിയൊരു നല്ലൊരു മിഡ്ഫീൽഡർ അവർക്കില്ല. ഇപ്പോൾ കാസമീറോ 2 രീതിയിലും കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഫിസിക്കലി ഇഞ്ചുറി വരാം. അതുകൊണ്ടാണ് ആ 4 പ്ലെയറെ ഇറക്കിയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഡിയാലോനെ കഴിഞ്ഞ മാച്ചിൽ ആഴ്സണലിനെതിരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങി വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് പുറത്തെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ടൈമിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മാത്യൂസ് കുഞ്ഞക്ക് നല്ലൊരു ചാൻസ് കിട്ടിയതല്ല, ഒരു നല്ലൊരു ലോങ് റേഞ്ച് ഷോട്ട് ഉണ്ടായിരുന്നു മാത്യൂസ് കുഞ്ഞയുടെ ഭാഗത്തു നിന്നും. ഒരു നല്ലൊരു ഷോട്ടായിരുന്നു അത്. അദ്ദേഹം ആ ഒരു റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു കിട്ടിടൻ ഷോട്ട്, പക്ഷേ അത് ബാറിൻ്റെ മുകളിൽ കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് തന്നെ മാത്യൂസ് കുഞ്ഞക്ക് വീണ്ടും ഒരു 1-on-1 വിത്ത് ഗോൾ കീപ്പറായിട്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ അത് സൈഡ് പോസ്റ്റിമ തട്ടിപ്പോയി, റൈറ്റ് സൈഡിലുള്ള ആ ഒരു പോസ്റ്റിമ തട്ടിപ്പോയി. അങ്ങനെ തുടക്കം തന്നെ ഒരു അൺലക്കി ആയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി തുടങ്ങിയത്. ഓക്കെ, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെയാണ് ആ ഒരു മാസൺ മൗണ്ടിനെ ആ ഒരു കോർണറിൻ്റെ ഇടയിൽ വലിച്ചിട്ടിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു പെനാൽറ്റി കിട്ടുന്നത്. റഫറി ആദ്യം കൊടുത്തില്ല, പിന്നെ വാർ ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് ആ ഒരു പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. പെനാൽറ്റി കൊടുത്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ആ ഒരു പെനാൽറ്റി കിട്ടി. ബ്രൂണോ ഫെർണാണ്ടസ് ആണ് അവരെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ. ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കാൻ പോകുന്നു. അദ്ദേഹം ആ ഒരു സ്ഥിരം ടിപ്പിക്കൽ സ്റ്റൈലിൽ ആ ഒരു പെനാൽറ്റി എടുക്കുന്നു. ബാറിൻ്റെ മുകളിലൂടെ അടിച്ച് പറത്തി വിടുന്നു. ഓക്കെ, എനിക്കറിയില്ല ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ ഒരു 3 പോയിൻറ്റ്സ് എടുത്ത് അവർക്ക് അടുത്ത കളിക്ക് പോകാമായിരുന്നു. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിന് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ബാറിൻ്റെ മുകളിൽ കൂടെ പറത്തി വിട്ടു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവർ ഫസ്റ്റ് അവരുടെ ആ ഒരു ചാൻസ് മിസ്സായത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കൊടുത്തു. ഞാൻ പറയല്ലോ, കമ്പാരിങ് ടു ആഴ്സണലിനെതിരെ ഒരു പെർഫോമൻസിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ മാച്ചിലൊരു മോശം പെർഫോമൻസ് ആയിരുന്നു. ആഴ്സണലിനെതിരെ നല്ല പെർഫോമൻസാണ് കൊടുത്തെടുത്തു. പക്ഷേ അന്നത്തെ മാച്ചിൽ പരാജയപ്പെട്ടു. ഇന്നത്തെ ഒരു ആവറേജ് പെർഫോമൻസ് എടുത്തു, സമനിലയായി. ആ ഒരു ആഴ്സണലിനെതിരെയുള്ള ഒരു പെർഫോമൻസ് ഇന്ന് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മാച്ച് വിജയിച്ചേനെ. അവർക്ക് ആ ഒരു 3 പോയിൻറ്റ്സും കൊണ്ട് പോകാമായിരുന്നു. ഓക്കെ, പിന്നെ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ആ ഒരു എംബുവാമയുടെ ഒരു കോർണർ കിക്കിൽ നിന്നും യോറോ ഒരു ഹെഡ് ചെയ്തു. അത് അവരുടെ ആ ഒരു ഫുൾഹാമിൻ്റെ നമ്പർ 9 ദേഹത്തിട്ട് ഉള്ളിലോട്ട് പോയി ആ ഒരു ഗോളായിട്ട് മാറി. ആ ഒരു മുനീസ് അങ്ങനെ എന്തോന്നാണ് അദ്ദേഹത്തിൻ്റെ പ്ലെയർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലെയറിൻ്റെ പേര്. ആ ഒരു പ്ലെയറിൻ്റെ ഗോളായിട്ടാണ് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ 1-0 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞെങ്കിൽ എൻ്റെ ഫുൾഹാം തിരിച്ചടിച്ചു ചെയ്തു. അങ്ങനെ 1-1 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. ഓക്കെ, അങ്ങനെ റൂബൻ അമോറിം ഈ ഒരു ടീമിനെ സത്യം പറയില്ല, അവർ വിന്നിങ് ട്രാക്കിലേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ട്രാൻസ്ഫേഴ്സൊക്കെ മാനേജ്മെൻറ്റ് എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. സെസ്കോനെ 63-ാമത്തെ മിനിറ്റിൽ ഇറക്കിയിരുന്നു. ബെഞ്ചമിൻ സെസ്കോനെ 53-ാമത്തെ മിനിറ്റിൽ കാസമീറോയെ പിൻവലിച്ച് സെസ്കോനെ ഇറക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം സെയിം കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ല, ഓഫ് ടാർഗറ്റ് ഇല്ല, ഒറ്റ ഷോട്ടില്ല, ബ്ലോക്ക് ചെയ്യാൻ പോലും ഒരു ഷോട്ട് പോലും അദ്ദേഹം അടിച്ചിട്ടില്ല. സെസ്കോ വീണ്ടും ഔട്ട് ഓഫ് ഫോം ആണ്. അദ്ദേഹത്തെ ഫസ്റ്റ് ലെവലിൽ ഇറക്കി നോക്കാമായിരുന്നു റൂബൻ അമോറിം. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വീണ്ടും ആ ഒരു 10ൻ്റെ താഴെ തന്നെയാണ് പ്രീമിയർ ലീഗ് ടാബിളിലുള്ളത്. സോ തിരിച്ചു വരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ കമ്പയറിങ് ടു പ്രീവിയസ് സീസൺ അവരുടെ മെൻറ്റാലിറ്റി ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഫുൾഹാം പോലത്തെ ഒരു ടീമിനെതിരെ 1-1 ഉള്ളൊരു സ്കോറിന് ഈക്വലൈസ് ചെയ്ത് ആ ഒരു സമനില പോയിന്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, ആ ഒരു ഡ്രോ പോയിന്റ് മാത്രമാണ് കിട്ടിയത്. ഫുൾഹാമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവേ മാച്ചാണ്. പക്ഷേ സ്റ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല. ഓക്കെ, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ നമുക്കിനി അടുത്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാച്ച് നോക്കാം. താങ്ക് യു സോ മച്ച്.